എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ജയ്പൂരിലുള്ള ജലാന ലെപ്പേഡ് റിസർവ് സെൻറ്ററിലാണുള്ളത്. മോർണിംഗ് സഫാരി ബുക്ക് ചെയ്തിട്ടുള്ളത്. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള 20 കിലോമീറ്റർ ചതുരശ്രം ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന പുള്ളിപ്പുലി സംരക്ഷണ കേന്ദ്രമാണ് ജലാന. ഇന്ത്യയിലെ ആദ്യത്തെ ലെപ്പേഡ് റിസർവാണ് ജലാന. 40-ലധികം പുള്ളിപ്പുലികൾ വാഴുന്ന സംരക്ഷിത വനം. അങ്ങനെ രാവിലെ 6 മണിക്ക് ആരംഭിച്ച സഫാരിയിൽ സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റിന് ശേഷം ലെപ്പേഡ് കില്ല് ചെയ്ത ഒരു ബ്ലൂ ബുള്ളിനെ കാണാനായിട്ട് പറ്റി. ലെപ്പേഡ് 3-4 ദിവസം മുന്നേ കില്ല് ചെയ്താണെന്നാണ് പറഞ്ഞത്. ലെപ്പേഡ് പൊതുവെ ഫ്രഷ് മാംസമാണ് കഴിക്കാറ്. ബ്ലൂ ബുള്ളിൻ്റെ സൈസ് നോക്കിക്കേ. ലെപ്പേഡ് വളരെ ഈസി ആയിട്ടാണ് ബ്ലൂ ബുള്ളിനെ പിടിക്കുന്നത്. ഇവിടെ ബ്ലൂ ബുള്ളിനെ കില്ല് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ 3-4 സാമ്പാർ ഡിയറുണ്ട്. ബാക്കിയുള്ള കാടുകൾ വെച്ച് നമുക്ക് ഇവിടുത്തെ കൂടുതലായും ബ്ലൂ ബുള്ളിനെയാണ് നമ്മൾ കാണാനായിട്ട് പറ്റുന്നത്. സാമ്പാർ ഡിയറും സ്പോട്ടഡ് ഡിയറും വളരെ കുറവാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം പഴക്കമുള്ള പർവ്വതനിരകളായ ആരവല്ലി പർവ്വതനിരയെ ചുറ്റപ്പെട്ടുള്ള വനപ്രദേശമാണ് ജലാന വനപ്രദേശം. എന്താണ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ കോൾ വന്നിട്ടുണ്ട്. ലെപ്പേഡ് സൈറ്റിങ് കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് എല്ലാ ജിപ്സിയും പായുകയാണ്. നല്ല ദൂരമുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. റാണ എന്ന് പറയുന്ന ലെപ്പേഡാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ലെപ്പേഡാണ് റാണ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഫോട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണപ്പെട്ടിട്ടുള്ള ലെപ്പേഡ് എന്നുള്ളൊരു പുരസ്കാരം ഇതിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. റാണ എന്ന മെയിൽ ലെപ്പേഡും ഗജൽ എന്ന ഫീമെയിൽ ലെപ്പേഡുമാണേ. എന്താണെങ്കിലും താഴേന്ന് മുകളിൽ വന്നിട്ടുള്ള നോർമലി താഴേന്ന് കയറി ഇവിടെ വരാറുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അവരുടെ കണക്കൂട്ടുകൾ തെറ്റിയില്ല. റാണ അവിടെ കിടപ്പുണ്ടേ. മിക്കവാറും ഫീമെയിൽ ഗജൽ ഇങ്ങോട്ട് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. കണക്കൂട്ടിൽ തെറ്റിക്കാണ്ട് തന്നെ ഫീമെയിൽ ലെപ്പേഡ് അവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ ഈ മീറ്റിംഗ് ടൈമിൽ പൊതുവെ അധികം ദൂരമൊന്നും ഇവർ സഞ്ചരിക്കാണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. അരമണിക്കൂർ കൂടുമ്പോൾ ഇവർ മീറ്റിംഗ് ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ ലെപ്പേഡിൻ്റെ മീറ്റിംഗ് രീതി. ഒരുപാട് സഫാരിക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ലെപ്പേഡിനെ കാണാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജയ്പൂരിലെ ജലാന ലെപ്പേഡ് സഫാരി ബുക്ക് ചെയ്യാനായിട്ട് ഇടയായത്. എന്താണെങ്കിലും എല്ലാവരും ഹാപ്പിയായി. ആദ്യത്തെ സഫാരി തന്നെ ലെപ്പേഡ് മീറ്റിംഗ് കിട്ടി. ജലാന ലെപ്പേഡ് സഫാരിയിലെ ഏറ്റവും ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ജിപ്സിക്കാർക്ക് സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എല്ലാവരുമായിട്ട് അറിയിക്കുകയും എല്ലാവർക്കും കാണാൻ ഒരു ചാൻസ് കിട്ടും. 2 ലെപ്പേഡും തൊട്ട് അടുത്ത് തന്നെയുണ്ട്. പക്ഷേ ഈ മരച്ചില്ലകളും പുല്ലും കാണുന്നില്ല. വീണ്ടും അവിടെ മീറ്റിംഗ് ആണ്. ഇത് മീറ്റിംഗ് ടൈം ആയതുകൊണ്ട് മാത്രമൊന്നും അല്ല കേട്ടോ ഇങ്ങനെ സൈറ്റിംഗ് കിട്ടുന്നത് ലെപ്പേഡിൻ്റെ. ഇവിടെ ലെപ്പേഡ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇവരാണ് കാട്ടിലെ രാജാക്കന്മാരെന്ന് പറയാം. കാരണം മറ്റൊന്നുമല്ല, ഇവർക്ക് പേടിക്കാനായിട്ട് ഈ കാട്ടിൽ കടുവയോ സ്ലോത്ത് ബിയറോ ഒന്നുമില്ല. പിന്നെ ഇവർക്ക് പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈനാസാണ്. പൊതുവെ ഇവർക്ക് ശല്യമാകാറൊന്നുമില്ല. ലെപ്പേഡ് മിച്ചം വിട്ടിട്ട് പോകുന്ന ഇരയുടെ ബാക്കി ഭാഗങ്ങൾ രാത്രിയിൽ ആരും കാണാണ്ട് വന്ന് കഴിക്കാറാണ് പതിവുള്ളത്. ചെറിയൊരു കാടായതുകൊണ്ട് തന്നെ ലെപ്പേഡ് സൈറ്റിംഗ് കിട്ടിയാൽ തന്നെ എല്ലാ വണ്ടികൾക്കും കാണാനായിട്ട് പറ്റും. ബാക്കിയുള്ള ടൈഗർ റിസർവിലൊക്കെ ഒരുപാട് തിരക്കായിരിക്കും. ഒരു സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടഫ് ടാർഗറ്റ് തന്നെയാണ്. ഇതാ പോകുന്നു. ഇവനാണ് കേട്ടോ റാണ. എന്താ ഗംഭീരം നോക്കിക്കേ. ലെപ്പേഡിനെ നമ്മൾ വീഡിയോയിൽ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ സൈസ് ചെറുതായിട്ട് തോന്നും. ബട്ട് നേരിൽ കണ്ടു കഴിയുമ്പോഴാണ് ശരിക്കും ഉമ്മാരുടെ സൈസ് മനസ്സിലാകുന്നത് കേട്ടോ. നേരിൽ കണ്ടവർക്കതറിയാം. റാണ എന്ന് പറയുന്ന ഈ ലെപ്പേഡാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതും ഫേമസും ആയിട്ടുള്ള ഒരു ലെപ്പേഡ്. കാരണം മറ്റൊന്നുമല്ല, വളരെ ബോൾഡാണിവൻ. എന്താണ് ഏകദേശം 1/4 മണിക്കൂറത്തോളം സൈറ്റിംഗ് തന്നതിന് ശേഷം അവിടെ നിന്ന് റാണയും ഗജലും പോയി നമ്മളും അങ്ങോട്ട് നീങ്ങി. ഇവിടുത്തെ ഈ കാടിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാനായിട്ട് പറ്റുന്ന പറഞ്ഞാൽ ലെപ്പേഡ്, ബ്ലൂ ബുള്ള് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ നമുക്ക് കാണത്തില്ലാത്തൊരു മൃഗമാണ്. ഏഷ്യൻ ആൻറ്റിലോപ്പുകളിലെ ഏറ്റവും വലുതായ നീൽഗായി അല്ലെങ്കിൽ ബ്ലൂ ബുള്ള്. ഇതൊരു മെയിൽ നീൽഗായിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ നമുക്ക് കാണത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. നല്ല സൈസാണ്. ഇവന്മാരെയാണ് ലെപ്പേഡ് വളരെ ഈസി ആയിട്ട് പിടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ലെപ്പേഡിൻ്റെ ശക്തി. ഇവിടെ വരുന്ന ജിപ്സി ഒന്നും കണ്ടിട്ട് ഒരു മൈൻഡും ചെയ്യുന്നില്ലെന്നുള്ള അവരവരുടെ തീറ്റയിൽ മുഴുകിയിരിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും ജിപ്സി കണ്ട് അവർക്കത് വളരെ ബോൾഡായി. അങ്ങനെ രണ്ടുപേരുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി
വീണ്ടും ലെപ്പേഡിനായിട്ട് തിരച്ചിൽ തുടങ്ങി. മെയിനായിട്ട് ഈ ലെപ്പേഡ് വാട്ടർ ബോഡീസിൻ്റെ അവിടെ വരാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ ലെപ്പേഡിനൊന്നും കണ്ടില്ല. കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇത് ഒരു അമ്മ നീൽക്കായി, ഒരു കുഞ്ഞ് നീൽക്കായി. നോക്കിക്കേ, ഫീമെയിലിൻ്റെ കളർ കണ്ടോ, ചെറിയൊരു ബ്രൗൺ കളറാണ്. നമ്മുടെ നാട്ടിൽ പശുക്കളുടെയൊക്കെ എന്താ പറയുക, ആ ഒരു കളറ് കണ്ടാൽ ഈ സാമ്പാടിയറിനെ പോലെ തോന്നുമെങ്കിലും സാമ്പാടിയറിനേക്കാളും നല്ല വലിപ്പമുണ്ടേ, പൊക്കവും. എന്ത് ക്യൂട്ടാന്ന് നോക്കി, പശുക്കിടാവ് കുടിക്കുന്ന പോലെ ഉണ്ടല്ലേ. അങ്ങനെ നമ്മുടെ സഫാരി ഏകദേശം തീരാനായി. നമ്മുടെ സഫാരി പോയിന്റിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാ തത്തയും ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ, ഈ ഒരു കാട്ടിൽ ഒരുപാട് പക്ഷിയുണ്ട്. അപ്പം നല്ല ക്യാമറയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് ബേഡ്സിനെ നമുക്ക് ചിത്രീകരിക്കാനായിട്ട് പറ്റും, നമ്മുടെ ക്യാമറയിലും ഫോണിലും ഒക്കെ ആയിട്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവർക്ക് മനുഷ്യരെ അത്ര അടുത്ത് കണ്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കാം തൊട്ടടുത്ത് പോയിട്ട് പോലും അവർ പറക്കുന്നില്ലെന്നുള്ളതാണ്. ലെപ്പേഡിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ജലാന ലെപ്പേഡ് റിസർവ് സെൻറ്റർ. ഇവിടുത്തെ സഫാരി മസ്റ്റായിട്ട് നമ്മൾ ഒരു വട്ടമെങ്കിലും ചെയ്യേണ്ടതാണ്. ലെപ്പേഡ് 90% അല്ല, മാക്സിമം ചാൻസ് ഉണ്ടെന്നുള്ളതാണ് കാണാൻ. അപ്പോൾ ഈ ജലാന ലെപ്പേഡ് റിസർവിൽ ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇതിങ്ങനെ ഞാനിതവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പോസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒരാൾക്ക് ജിപ്സിക്ക് വരുന്നത് ഒരു 1000 രൂപ, അപ്രോക്സിമേറ്റ്ലി 1000 രൂപ അടുത്താണ് വരുന്നത് ഒരു പെർ ഹെഡ് നോക്കുമ്പോൾ. ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ ജലാനയുടെ പ്രധാനപ്പെട്ട എന്താ പറയുക, അവിടെ കാണപ്പെടുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും സസ്യജാലങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഫോട്ടോയും അതുപോലെ ലെപ്പേഡ് കില്ല് ചെയ്തിട്ടുള്ള സഫാരിയിൽ കിട്ടിയിട്ടുള്ള ഫോട്ടോസും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് അവർ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കയറാനായിട്ട് നമുക്ക് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ജലാനയുടെ ഹിസ്റ്ററിയും അതുപോലെ ലെപ്പേഡ് കില്ലിംഗ് ഒക്കെ കിട്ടുമ്പോൾ അവിടുത്തെ സഫാരിയിൽ പോകുന്ന ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കിട്ടുന്ന ഫോട്ടോസൊക്കെ നോക്കിക്കുക. അവരത് അവരുടെ നിന്ന് മേടിച്ചിട്ട് അത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആരാണ് എടുത്തത് അവരുടെ താഴെയായിട്ട് അവരുടെ പേരും ഉണ്ട്. സൗത്ത് ഇന്ത്യയിലെ കബനിയിലും ബന്ദിപ്പൂരിലും നാനാച്ചിയിലൊക്കെ ഒരുപാട് സഫാരി നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്കെന്താണെന്നറിയില്ല, ലെപ്പേഡിന് സൈറ്റിംഗ് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലെപ്പേഡ് സൈറ്റിംഗ് കിട്ടാൻ മാക്സിമം ചാൻസുള്ള ജലാനയിലോട്ട് പുറപ്പെട്ടത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്ത് നമ്മൾ കാടുകളെക്കുറിച്ച് അറിയുക. ഇനി നോർത്ത് ഇന്ത്യയിലെ ഉള്ള മിക്ക കാടുകളും ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. രന്തമ്പൂറും ജലാനയും മധ്യപ്രദേശിലെ സത്പുര, ബാന്ധവ്ഗഡ്, പെഞ്ച്, മഹാരാഷ്ട്ര തടോബ. അപ്പം തുടർന്നുള്ള ഇനിയുള്ള വീഡിയോസിൽ ഇവയുടെ വിവിധ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ കാടുകളിലെ ഭംഗിയും അവിടുത്തെ സഫാരിയുടെ വിശേഷങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ജലാന എന്ന ഈ സ്ഥലം ഇരിക്കുന്ന എയർപോർട്ടിൽ നിന്നും 6-7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ 12-13 കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ടിൽ നിന്നാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ടൗണിനോട് ചേർന്നുള്ളൊരു ചെറിയൊരു കാടാണ് ജലാന. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റൂമിലോട്ടാണ് പോയത്. ഈ ജലാന ലെപ്പേഡ് സഫാരിയുടെ ഗേറ്റിന് ഏകദേശം 50 മീറ്റർ മാത്രം ദൂരെയാണ് ഈ ഞാൻ റൂം എടുത്തത്. നല്ല സാമാന്യം നല്ല വൃത്തിയും നല്ല പെരുമാറ്റമുള്ള സ്റ്റാഫും എന്താ പറയുക, അടിപൊളി ഒരു റൂമായിരുന്നു. 2000 രൂപ മാത്രമായിട്ടുള്ളൂ. 2000 അല്ലെങ്കിൽ 2500 രൂപ വരെയാണ് ഇവിടുത്തെ ഈ റൂമിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയോ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതിന് വരെ ബൈ ബൈ.